നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടെ വൈകിട്ട്. ശരി എന്നാ ഓക്കെ അമ്മേ. മോളെ സുലകനെ, ആ അവരവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എന്തായി? എല്ലാം ഭംഗിയായി ഒരുക്കി കഴിഞ്ഞു അച്ഛാ. ഇനി അവരിവിടെ എത്തിയാൽ മാത്രം മതി. അതിനാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എത്ര ദിവസമായി എന്റെ അഞ്ജുനൊന്ന് കണ്ടിട്ട്. അവളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. അവിടുന്ന് ഇപ്പൊ ഇറങ്ങിയ അരമണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തും. ആ, നീ വേഷമൊക്കെ മാറി റെഡിയായോ? ഞാൻ അമ്പലത്തിലേക്ക് പോവാ. അവരിപ്പൊ ഇവിടെ എത്തും. ഈ നേരത്താണോ ശ്രീകല ക്ഷേത്രത്തിൽ പോകുന്നത്? എനിക്ക് താല്പര്യമില്ലാത്ത വിരുന്ന് ചടങ്ങിന് ഞാൻ എന്തിനാ പങ്കുകൊള്ളുന്നത്? വിരുന്നൊക്കെ നിങ്ങളായിട്ട് തന്നെ നടത്തിയാ മതി. മോളെ, അച്ഛാ, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. അവരെല്ലാം ഇറങ്ങിയതിനു ശേഷം എന്നെ വിളിച്ചാ മതി. അപ്പൊ ഞാൻ തിരികെ വരാം. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വിരുന്നീന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത്. അങ്ങനെ ചെയ്യരുത് മോളെ, അത് വളരെ മോശമാ. വിരുന്നിന്റെ നേരത്ത് നീ ഇവിടെ നിന്ന് മാറി നിന്നാൽ നിന്റെ എതിർപ്പ് ഇതുവരെ മാറിയിട്ടില്ല എന്നല്ലേ പൊന്നാരം തോട്ടത്തുകാർ കരുതൂ. കരുതണം. എന്റെ എതിർപ്പും വിദ്വേഷവും മാറിയെന്ന് ആരാ പറഞ്ഞത്? അതൊന്നും മാറിയിട്ടില്ല. ദേവിക സിദ്ധാർത്ഥനോടൊപ്പം കഴിയുന്നിടത്തോളം കാലം അത് മാറുകയില്ല. മോളെ, നീ ഇങ്ങനെ തുടർന്നാല് രണ്ടു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധത്തിനകത്ത് വിള്ളൽ വീഴും. ദേവികയുടെ മാത്രമല്ല, ഗോപികയുടെ അഞ്ജിതയുടെയും ജീവിതം നശിക്കും. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. അത് ഒഴിവാക്കാനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എന്നെ ആരും പിടിച്ചു നിർത്താൻ നോക്കണ്ട. മോളെ, ശ്രീകലേ, എത്ര പറഞ്ഞാലും ശ്രീകലയുടെ തലയെ കേറില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? പോകുന്ന ഒരു പോട്ടെ അച്ഛാ. എന്ന് കരുതി വിരുന്ന് മുടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവളില്ലെങ്കിലും വിരുന്ന് ഗംഭീരമായിട്ട് ഞാൻ നടത്തും. വരൂ വരൂ. ആ, നിക്ക്. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വിരുന്നിന് വരുന്നതല്ലേ. ആരതി ഒഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. വാ, നിക്ക്.
എന്തീ കാണിച്ചത്? എനിക്കെങ്ങനെ അറിയാനാ? വാ മക്കളെ. സുലോചനെ, ആ? നീ എന്താ ഇവർക്ക് ആരതി ഒഴിയാതിരുന്നത്? അയ്യോ, ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. ഇവര് നിന്റെ മുന്നിൽ തന്നെയല്ലേ നിന്നത്? അത് അഞ്ചിതയും അഭിയേയും കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി അച്ഛാ. എനിക്ക് മോളെയും മരുമോനെയും മാത്രമേ ഓർമ്മ വന്നുള്ളൂ. ഇവർക്കത് വിഷമമായി കാണും. അതൊന്നും സാരല്ല മുത്തശ്ശ. ഇനി എന്തായാലും ആരതി ഒഴിയാൻ നിൽക്കണ്ട. എല്ലാരും അകത്തേക്ക് വാ. എനിക്ക് സിന്ദൂരം തൊട്ടെന്നില്ലല്ലോ. എനിക്ക് സിന്ദൂരം വേണം. എനിക്ക് സിന്ദൂരം വേണം മാലാകെ. കൊട്ടിന് ഞാൻ സിന്ദൂരം വെച്ചുതരാം. വാ നടക്ക്. വാ. അമ്മ മറന്നതൊന്നുമല്ല. മനഃപൂർവ്വമല്ലേ അമ്മ അവർക്ക് ആരതി ഒഴിയാതിരുന്നത്? അതേടാ, ഞാൻ മനഃപൂർവ്വം തന്നെ ആരതി ഒഴിയാത്തത്. ഞാനതിന് അവർക്കൊക്കെ ആരതി ഒഴിയണം. എന്റെ മോക്കും മരുമോനും മാത്രം ആരതി ഒഴിഞ്ഞാ പോരെ? വളരെ മോശമായി പോയമ്മേ. ആണോ? എന്നാലേ ഞാനതങ്ങ് സഹിച്ച്. ദേ അമ്മേ, നീ പോടാ, വക്കാലത്ത് ഓടിക്കാൻ വന്നിരിക്കുന്നു. അനീഷേട്ടാ, ഇതൊന്നുണ്ടേ അവർക്ക് കൊടുക്കൂ. എനിക്കിവിടെ കിച്ചണിലെ കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ദേ എല്ലാരും സീറ്റ്സ് എടുത്തേ. മധുരത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അനീഷേട്ടനാണോ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്? ഞങ്ങള് വരുമായിരുന്നല്ലോ. മുത്തശ്ശന്റെ വർത്തമാനവും തമാശയൊക്കെ കേട്ടോണ്ട് ഞങ്ങൾ ഇവിടെ നിന്നു പോയതാ. അതെ, നിങ്ങൾ ആരും ഒന്നും ചെയ്യാൻ വരണ്ട. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടുത്തെ അതിഥികളാ. വിരുന്നിനത്തെ അതിഥികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് മര്യാദയേടാ. ആ സ്വീറ്റ്സ് എടുക്ക. കഴിക്കേ. കുട്ടാ എടുക്ക്. അല്ല മുത്തശ്ശനെടുക്ക്. എനിക്ക് മധുരമൊന്നും പാടില്ല. ഹൈ ഷുഗറാ. നിങ്ങൾ കഴിച്ചോ. കുട്ടാ, ഇതെല്ലാം കുട്ടനുള്ളതാട്ടോ. മെല്ലെ കഴിച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.